നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവൻ നിന്നെ പ്രണയിക്കണം, ഭ്രാന്തമായി തന്നെ നിന്നെ പ്രണയിക്കണം. ജീവൻ പോയാലും നിന്നെ വിവാഹം കഴിക്കുമെന്ന് അവൻ ആരുടെ മുന്നിലും തുറന്നു പറയണം. അതിനുള്ള തന്റെ ഇടം നീ നിന്റെ പ്രണയത്തിലൂടെ അവനിൽ ഉണ്ടാക്കിയെടുക്കണം. പറ്റുമോ നിനക്ക്? പറ്റൂ ആന്റി. പ്രണയത്തിന്റെ കാര്യത്തിൽ ഞാൻ ആരാണെന്ന് ഇന്ന് ആന്റിക്ക് ഞാൻ കാണിച്ചു തരും. ഈശ്വരമംഗലത്തെ മരുമകളായിട്ട് വരാനുള്ള ഒരു ചാൻസും ഞാൻ മിസ്സാക്കി കളയൂല. ഇപ്പൊ തന്നെ ഞാൻ റെസ്റ്റോറന്റിലേക്ക് പോവാം. എന്നാ വേഗം ചെല്ല്. സത്യത്തിൽ ആരാണ് ഈ നിർമ്മല? അങ്ങനെ ഒരു കഥാപാത്രം ഉണ്ടെന്നുള്ളത് നേരാണ്. അവരിപ്പോ എവിടെയാവോ ഉള്ളത്? അതെങ്ങനെ കണ്ടുപിടിക്കും? ആ നിർമ്മലയെ അമ്മയ്ക്കറിയാമെന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെ എത്ര ചോദിച്ചാലും അമ്മ അതിന് മറുപടി തരില്ല. ഹലോ, ആരാ സംസാരിക്കുന്നത്? ചേച്ചി, ഇത് ഞാനാ. എന്തു പറ്റി? എന്റെ നമ്പർ ഡിലീറ്റ് ആയി പോയോ? ആര്? നിർമ്മലയോ? ചേച്ചി നിർമ്മലയോ? എവിടെ നിന്ന് വന്നു? ചേച്ചി ഇത് എന്തൊക്കെയാ പറയുന്നേ? ചേച്ചി ഇത് നിർമ്മല അല്ല, നിഖിൽ. നിർമ്മല എന്ന് പേരുള്ള ആരെ എനിക്ക് പരിചയമില്ലല്ലോ. അല്ല, ഈ നിർമ്മല ഇത് എവിടെന്നാ വിളിക്കുന്നേ? എവിടെയാ സ്ഥലം? ചേച്ചി എന്താ പ്രശ്നം? എന്താ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? ചേച്ചി, നിഖിലാണ് ഞാൻ. ആ, നിങ്ങൾ എന്റെ അമ്മയെ പോലെയാണെന്നോ? ഹലോ, നിങ്ങൾ നമ്പർ തെറ്റി വിളിച്ചതാണെന്ന് തോന്നുന്നു. പറഞ്ഞില്ലേ, നിർമ്മല എന്ന് പേരുള്ള ആരെ എനിക്കറിയില്ല. ആള് മാറിയ നിങ്ങൾ സംസാരിക്കുന്നത്. ആ അതെ, എന്റെ പേര് നിധി എന്ന് തന്നെയാ. ചേച്ചി ഇത് എന്തൊക്കെയാ പറയുന്നേ? എന്തോ കുഴപ്പമുണ്ട്. എന്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാൻ രണ്ടുപേരെ കാണുന്നുള്ളൂ. ഒന്ന് എന്റെ പെറ്റമ്മ, വേറൊന്ന് എന്റെ ഭർത്താവിന്റെ അമ്മ. ഇതാരാ നിർമ്മല എന്ന് പേരുള്ള പുതിയൊരമ്മ? രഹസ്യം? നിങ്ങൾക്ക് എന്ത് രഹസ്യം എന്നോട് പറയാനുള്ളത്? അത് പറയാനായിട്ട് എന്റെ വീട്ടിലോട്ട് വരാമെന്നോ? എന്തു പറ്റി അമ്മേ? ഒന്നുമില്ല, ഗ്ലാസ് കയ്യിൽ നിന്ന് പോയി. ഓ, അത്രേ ഉള്ളൂ, അത് സാരല്ല. ആ അതെ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്ക്. നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. ഇത് റോങ് നമ്പറാ. ദൈവമേ, നിർമ്മല ഇങ്ങോട്ട് വരുമെന്നാണല്ലോ പറഞ്ഞത്. എല്ലാം കൈവിട്ടു പോവാണല്ലോ. നിർമ്മലയ്ക്ക് നിധിയുടെ നമ്പർ എങ്ങനെ കിട്ടി? ഇതെന്താ? നിധി ഇപ്പൊ സംസാരിച്ചത് നിഖിലിനോടാണല്ലോ. നിഖില് തന്നെയാണല്ലോ.
അമ്മേ ഒന്ന് നിക്ക്. എന്തിനാ അമ്മ എന്റെ ഫോൺ എടുത്ത് നോക്കിയത്? നിർമ്മല ഏത് നമ്പറിൽ നിന്നാ എന്നെ വിളിച്ചതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണോ? നിർമ്മല എന്നൊരാൾ എന്റെ ഫോണിലേക്ക് വിളിച്ചാൽ അമ്മ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. നിർമ്മല എന്ന പേര് കേട്ടതും അമ്മയുടെ ശരീരം അങ്ങ് വിറച്ചുപോയി അല്ലേ? ഇപ്പൊ എനിക്ക് ഉറപ്പായി ഈ നിർമ്മല ആരാണെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. പറയമ്മേ, ആരാ ഈ നിർമ്മല? ഈ നിർമ്മലയും ഗൗതമിന്റെ ജനനവും തമ്മിൽ എന്താണ് ബന്ധം? അമ്മ മോനെ മോനെ എന്ന് വിളിച്ച് സ്നേഹിക്കുന്ന ഗൗതം സത്യത്തിൽ ആരുടെ മോനാ അമ്മേ? എനിക്കറിയണം. എനിക്ക് എല്ലാ സത്യവും അറിഞ്ഞേ പറ്റൂ. നിർമ്മല എന്ന വ്യക്തിക്ക് ഗൗതവുമായി എന്തോ ഒരു ബന്ധമുണ്ട്. അത് പറഞ്ഞാണ് വസുന്ധര ആന്റി ഭീഷണിപ്പെടുത്തുന്നതും. എന്റെ ഗൗതമിനെ ഒരു വലിയ വീഴ്ചയിൽ നിന്നും രക്ഷിക്കണമെങ്കിൽ എനിക്ക് ആ സത്യം അറിഞ്ഞേ പറ്റൂ. പറയമ്മേ, ആരാ ഈ നിർമ്മല? അതൊക്കെ അറിഞ്ഞിട്ട് നിനക്കൊന്നും ചെയ്യാനില്ല. അറിയേണ്ട ആവശ്യമില്ല. എന്റെ കഴുത്തിൽ താലി കെട്ടിയ പുരുഷനെ കുറിച്ചുള്ള രഹസ്യം ഞാൻ അറിയുക എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത കാര്യമാണോ അമ്മേത്? ആവശ്യമില്ലാത്ത കാര്യം തന്നെയാ. ഒരു കാര്യം വേണ്ടെന്ന് പറഞ്ഞ അത് തന്നെ ആവർത്തിക്കുന്ന അത്ര നല്ല ശീലമൊന്നും അല്ല. ദേ നോക്ക്, ഗൗതം എന്റെ മോനാ. എന്താ നിനക്കതിൽ വല്ല സംശയമുണ്ടോ? നിന്റെ ഉദ്ദേശം എന്താ നിധി? ഞങ്ങളെ തമ്മിൽ വേർപിരിക്കാനാണോ? വേണ്ട വേണ്ടെന്ന് ഞാൻ ഉപേക്ഷ വിചാരിക്കും തോറും എന്റെ തലേ കയറി നിരങ്ങാനാണോ നീ വിചാരിക്കുന്നത്? ഉള്ളിലെ സ്നേഹം കൊണ്ട് പോട്ടെ പോട്ടെ എന്ന് വിചാരിക്കുമ്പോ കൊച്ചുകുട്ടിയെ പോലെ കിട്ടാത്തതും അറിയാത്തതുമായ കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കാനോ? മര്യാദയ്ക്ക് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ലേ? അമ്മേ, ഞാൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നീ ഒന്നും ചോദിക്കാൻ വേണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. വന്ന് കയറിയ വീട്ടില് മര്യാദയ്ക്ക് സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നതിന് പകരം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി തലയിടാൻ വന്നേക്കരുത്. പറഞ്ഞേക്കാം ഞാൻ. നീ ഗൗതമിനെ വിവാഹം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്നത് അവന്റെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാനൊന്നും അല്ലല്ലോ. നിനക്കൊരു നല്ല ജീവിതം കിട്ടിയിട്ടുണ്ട്, സ്നേഹമുള്ളൊരു ഭർത്താവിനെ കിട്ടിയിട്ടുണ്ട്. അവന്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത് സമാധാനമായിട്ട് ജീവിക്കുന്നതിനെ കുറിച്ച് ആലോചിക്ക്.